നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻറ്റുകളും പല്ല് വേദനയായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പല്ല് വേദന വരുന്നത്? ഓക്കെ, അതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പല്ല് പലതരം ലെയറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമേ കാണുന്ന ലെയറിനെയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്. തൊട്ട് താഴെയുള്ള ലെയറിനെ ഡെന്റീൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനും തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ പൾപ്പ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് എങ്കിൽ ഈ ഭക്ഷണം പല്ലിനകത്ത് തങ്ങി നിൽക്കുന്ന സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഭക്ഷണം ഒരുപാട് സമയം പല്ലിനകത്ത് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിനകത്ത് ചെറിയ രീതിയിലുള്ള അണുക്കൾ രൂപാന്തരപ്പെടും. ഈ അണുക്കൾ ചെറിയ രീതിയിലുള്ള ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡാണ് പല്ലിനെ ദ്രവിപ്പിച്ച് പല്ലിന് കേട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൺസ് ഈ അണുക്കൾ പല്ലിനകത്തുള്ള ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഉള്ളിലുള്ള പൾപ്പ് എന്ന് പറയുന്ന ലെയറിൽ എത്തുമ്പോഴാണ് നമുക്ക് വേദന വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വേദന വരുമ്പോൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകാറുണ്ട്. അപ്പോൾ ഡെന്റിസ്റ്റ് പറയും ഈ പല്ലിനെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന്. അപ്പോൾ എന്താണ് റൂട്ട് കനാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇനാമൽ, ഡെന്റിൻ, അത് കഴിഞ്ഞ് നേരത്തെ ഞാൻ പൾപ്പ് എന്ന് പറഞ്ഞായിരുന്നു. ഈ പൾപ്പ് അടങ്ങിയിരിക്കുന്ന ഹോളോ സ്പേസിനെയാണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൾപ്പിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളുണ്ട്, അതേപോലെ നെർവ്സ്, നാഡികളുണ്ട്, അതേപോലെ കുറച്ച് കണക്റ്റീവ് ടിഷ്യൂകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിൽ ഈ വേദനയ്ക്ക് കാരണമായിട്ടുള്ള ഈ ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയും എടുത്ത് കളഞ്ഞിട്ട് പകരം ഗട്ടാപർച്ച എന്ന് പറയുന്ന ഫില്ലിംഗ് മെറ്റീരിയൽ കൊണ്ട് പല്ലിനെ സീൽ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി നമ്മൾ റിമൂവ് ചെയ്യും. വൺസ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ ആ പല്ലിനെ ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ചെയ്ത് സംരക്ഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പല്ലിന് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന പോഷകങ്ങൾ, കാൽഷ്യം ഫ്ലൂറൈഡ് പോലുള്ള പോഷകങ്ങൾ ഈ ചെറിയ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഈ രക്തക്കുഴലുകൾ എടുത്തു മാറ്റിയത് കൊണ്ട് മുന്നേ കിട്ടിക്കൊണ്ടിരുന്ന കാൽഷ്യം ഫ്ലൂറൈഡ് അതുപോലുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങൾ പല്ലിന് കിട്ടാണ്ടായി. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ കാലക്രമേണ പല്ലിന് ബലക്ഷയം സംഭവിക്കുകയും പിന്നീട് പല്ല് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തത് വെറുതെ ആയി പോകും. അപ്പോൾ ആ ബലക്ഷയത്തിൽ നിന്ന് നമ്മുടെ പല്ലിനെ സംരക്ഷിക്കാനാണ് നമ്മൾ പല്ലിനെ പുറത്തൊരു കവറിംഗ് ആയ ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ കൊണ്ട് സംരക്ഷിക്കുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് കട്ട് ചെയ്ത് നമ്മൾ പല്ലിനെ അളവെടുക്കും. അത് നമ്മൾ ലാബിൽ കൊടുത്തിട്ടാണ് നമ്മൾ ക്രൗൺ ചെയ്യുന്നത്. ഇന്ന് മാർക്കറ്റിൽ പലതരം ക്രൗണുകൾ അവൈലബിൾ ആണ്. മെറ്റൽ ക്രൗണുകൾ അവൈലബിൾ ആണ്, മെറ്റൽ സെറാമിക് ക്രൗണുകൾ അവൈലബിൾ ആണ്, സിർക്കോണി പോലുള്ള ക്രൗണുകൾ അവൈലബിൾ ആണ്.